ഫാമിലി ആയിട്ട് ഒരു ഊട്ടി ട്രിപ്പ് അതുകൊണ്ട് മുള്ളി ഓപ്പൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം മലയാളീസ് ഉണ്ട് ഈ റൂട്ടിൽ. ഇവരാണ് ഭയങ്കര ഡീലല്ലേ ടീംസ്. ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, വെൽക്കം ടു തമിഴ്നാട്. പിന്നെ ഒരു എൻട്രി ഫീ കൊടുക്കേണ്ടി വരും. യു നോ വാട്ട് ഐ മീൻ. വേറെ വണ്ടികളും ഇല്ല. പിന്നെ ഷാർപ്പ് കെർവ്സും നല്ല സ്മൂത്ത് ആണെങ്കിലും ഭയങ്കര ഷാർപ്പ് കെർവ്. ഉമ്മാന്റെ ഭാഷ പറഞ്ഞ ജന്തുക്കളല്ല, ഇത് പശുവാണ്. പശു ഗോമാതാവാണ്. വെറുതെ കയറ്റി വിട്ടിട്ട് അടുത്ത ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിടാൻ വേണ്ടി ഒരു 100 രൂപ ടിക്കറ്റ് ഇറങ്ങി വാങ്ങി. അതിന് റെസിപ്റ്റിലൊന്നുമില്ല. അങ്ങനെ കുറെ കച്ചറോടി ഓനെടുത്ത് 100 വാങ്ങി 200 തന്നെ ഓൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. നമ്മളെ ടിപ്പിക്കൽ മമ്മീസ് ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട് വണ്ടിയിൽ. ഇങ്ങനെ വാങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരം. അപ്പൊ ഇത് വിളമ്പണത് നമ്മളെ 2 മരക്കളാണ്. നിങ്ങളൊക്കെ എന്തിനാ ഊട്ടി കാണാൻ പോകുന്നത്? ഇജോടെ കോഫി കൊണ്ടുവരണേ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഊട്ടിത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഡിക്കിലൊക്കെ എത്തിയ സാധനങ്ങൾ. ലാസ്റ്റ് സ്പോട്ടില് നമ്മള് 3 വണ്ടി നിർത്തി. കുറച്ചും കൂടി ചോറ് ബാക്കിയുണ്ട് തിന്നാനായിട്ട് വന്ന മാതിരി. ചില പരിപാടി എന്താ വെച്ചാല് ഡാൻസ്. ഹായ് ഗായ്സ്, അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു ഊട്ടി ട്രിപ്പ്. വിഷുവൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. ഫാമിലി ട്രിപ്പ് ആകുമ്പോൾ അറിയാമല്ലോ, 10-17 പേരുണ്ടാവും. അവരെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അങ്ങനെ അഭിപ്രായങ്ങൾക്ക് എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഊട്ടി തന്നെ വീണ്ടും ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഊട്ടി ഭയങ്കര നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അറൗണ്ട് 160 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് 3 കാറിൽ 10-17 പേര് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഊട്ടി പോകണം. ഇതിൽ ഫുഡ് കിട്ടൂല, ഗ്യാസ് ഇല്ല, അങ്ങനെ എന്നൊക്കെ പറയും. പല കാര്യങ്ങൾ വരല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കാര്യമല്ല എന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഫുള്ള് പാക്ക് ചെയ്തത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ശരി, ലഞ്ച് ആയാലും ഡിന്നർ മാത്രം പുറത്തുനിന്ന് ആക്കാന്നുള്ള രീതിയിൽ ഇൻ കേസ് നമ്മൾ പെട്ടാലോ എന്നുള്ള ഒരു പേടിയായിരുന്നു. കുറച്ച് പ്രായമായാലും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയുടെ ഡിക്കിയിലാക്കി. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ വണ്ടീൻ്റെ ആണ്. നമ്മൾ സാധാരണ ഇതേപോലെ പോകുമ്പോൾ ഒരു ഡ്രം യൂസ് ചെയ്യാറാണ്. ആ ഡ്രം നമ്മുടെ കസിൻ കൊണ്ടുപോയിട്ടോ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മളില്ല കുപ്പിയും പാട്ടയൊക്കെ പെറുക്കി എടുക്കുന്ന പോലെ ഒരുവിധം കുപ്പികളൊക്കെ പെറുക്കിയിട്ടുണ്ട്. പിന്നെ കാറിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുപ്പീസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഫുഡ് ഉണ്ട്, ടേബിൾ, ചെയേഴ്സ്. ഇത് വെളുത്തതിൽ ഇനി തറവാട്ടിൽ നമുക്ക് വണ്ടിയുണ്ട്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു പ്ലാനോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഊട്ടി നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം കണ്ടുകൊണ്ട് തന്നെ ഊട്ടിയിൽ നമ്മൾ സ്ഥിരം സ്പോട്ടിലൊന്നും പോകണം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഊട്ടി പോയാൽ തണുപ്പ് കൊള്ളാൻ പോരുക. ആ ഒരു മൈൻഡ് സെറ്റിലായതുകൊണ്ട് ഭയങ്കര ഫ്രീ ആണ് ഇപ്രാവശ്യം. മറ്റേ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ കുറേ പ്ലാൻ ചെയ്യണം, അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, റിസോർട്ട് ബുക്ക് ചെയ്യണം. ഇപ്രാവശ്യം 1 ഡേ ട്രിപ്പ്, ജസ്റ്റ് പോകുന്നു വരുന്നു, നമ്മൾ ആ തണുപ്പ് കൊള്ളുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഏകദേശം 5 മണി ഇപ്പം തന്നെ ആയി അല്ലേ. ഇതാണ് ഫാമിലി ട്രിപ്പ് ആയല്ല അവസ്ഥ. കപ്പിൾ ട്രിപ്പ് ആകുമ്പോൾ അത്ര പ്രശ്നമല്ല. 4 മണി എന്ന് പറഞ്ഞാൽ 6 മണി, ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ ആ ഫസ്റ്റ് അമ്മോൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇവര് പാക്കിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഇറങ്ങാൻ. നമുക്ക് തറവാട്ടിലും കൂടി പോയി ഓലയും കൂടി മോട്ടറാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ 2 വണ്ടിയായി. ഇങ്ങനെ തറവാട്ടത്തെ ടീംസ് പിന്നെ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ മാതിരിയാണ്. ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇതിലാരൊക്കെയാ? ഹലോ ഗായ്സ്, ഇവിടെ കാണുന്നില്ല പോലെ വേറെ ഫുഡൊക്കെ ഇട്ട് പടച്ചോനെ. വെല്ലിമ്മ എല്ലാവരും ഉണ്ട്. ഓൾറെഡി ഇന്നലെ തന്നെ ഫുൾ ടാങ്ക് ആക്കിന്. ബാക്കി 2 വണ്ടിയും ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കും. എണ്ണയ്ക്ക് ക്ഷാമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാമല്ലോ, വലിയവരുണ്ടാകുമ്പോൾ അങ്ങനത്തേതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പ്രശ്നങ്ങളല്ല, ഓല ക്യാഷൻസ് ആണ്. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലും ഫുൾ ടാങ്ക് കൂടി അടിച്ചിട്ട് ഇനി അട്ടപ്പാടി വഴിയായി. ഇപ്പോൾ കണ്ടോ ട്രിപ്പിൻ്റെ ഇത് മാറി. മറ്റേ നമ്മൾ നിലമ്പൂർ വഴി പോകാമെന്ന് പറഞ്ഞിന്. ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി വഴി ഊട്ടി പോകാമെന്നുള്ള പ്ലാനിലായി. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ ബാക്കിലെ 2 പേര് കുറച്ച് ബാക്കിലാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളൊന്ന് നിർത്തിയാണ്. കണ്ടോ ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് ഈ റോഡ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യൂവും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളൊരു ഇതിൽ. പിന്നെ ഇവിടെ അമ്പലത്തിലെ പരിപാടി ഇതായതുകൊണ്ട് മുള്ളി ഓപ്പൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം മലയാളീസ് ഉണ്ട് ഈ റൂട്ടിൽ. പ്രത്യേകിച്ച് കേരളം 55-65 ഈ ടീംസ് നല്ലോണം ഉണ്ട്. എന്തെങ്കിലും അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ വിടും. നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ. ഇങ്ങനെ ഫൈനലി നമ്മൾ അട്ടപ്പാടി ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ ഭയങ്കര സ്ലോ ആയുണ്ട്. നമ്മളിന്നാ നിർത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തന്നെ. ഈ റൂട്ടിൽ ഞങ്ങളൊരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജുവ ഫസ്റ്റ് ടൈമാണ്. ജുവ എങ്ങനെ ഉണ്ട്? തുടങ്ങിയിട്ടുള്ളൂ തന്നെ. നമ്മളപ്പോൾ എല്ലാവരും എന്തായാലും ഫൈനലി എത്തിയിട്ടുണ്ട്. ഇവരാണ് ഭയങ്കര ഡീലല്ലേ ടീംസ്. ഉപ്പിങ് ടീമാണ് നമ്മളെ തറവാട്ടത്തോല്. മറ്റൊരു പിന്നെ ഫ്രണ്ടിൽ പോയിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമാണിത്. പോലെ എന്നുണ്ട് സ്ഥലം? അട്ടപ്പാടി വഴി ഊട്ടി സെറ്റല്ലേ മമ്മ കാഴ്ച കണ്ടിരിക്കുകയാണ്. ഐസിനെ നമുക്ക് പോലെ നമ്മൾ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു. ചുരമാണ്, നോക്കി ഓടിക്കണം. പിന്നെ യെസ്, നമ്മളെ ബാക്കി ടീം ഇവിടെ ഉണ്ട്. ജിന് ഇതുവരെ ഉറങ്ങിയിരുന്നു, എണീച്ചിട്ടുണ്ട്.
പിന്നെ നമ്മളെ വലിയ മോനാണ്, മൂപ്പര് പിന്നെ സ്പീഡിൻ്റെ ആളാണ്, പറത്തിയാണ് പോയിക്കണ്. ഇനി ഊട്ടിയിൽ നിന്ന് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ഓരോ വ്യൂ പോയിന്റിൽ നിർത്തി ഇങ്ങനെ പോവുക. നമ്മളവിടെ വരും തറവാട്ടത്തോര് പിന്നെ എപ്പോഴും നമ്മളവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ നമ്മളവിടെ എല്ലായിടത്തും നിർത്തി അങ്ങനെ ഭയങ്കര കാമായിട്ട് പോകണമെന്നില്ല ടീംസാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുള്ളി തുറന്നുകൊണ്ടാണ് തോന്നുന്നത്. ഫുള്ള് നമ്മളെ വലിയ ടീംസ് ഉണ്ട്. ഫുള്ള് KL 55, 65, 53 ടീംസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ പ്രൈവറ്റ് ബസ് ഉണ്ട് എന്നല്ലേ. ഇത് കണ്ടോ, ഇത് ഗുരുവായൂർ ബസ്സാണ് പ്രൈവറ്റിൽ. അതേപോലെ KSRTC ഉണ്ട്. പിന്നെ ബൈക്കിന് വരുന്ന ടീംസ് ഉണ്ട്. മൊത്തത്തിൽ നല്ല വൈബാണ്. ഇനി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടില്ലേ, നമ്മുടെ ഒരു വളവ് വരുന്നത്, ആ വളവാണ് ഇങ്ങി വരുന്നത്. അവിടെ നിന്നാ ഒരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ അറിയാം, ഒരു ചെറിയൊരു വ്യൂ പോയിന്റ്. ഭയങ്കര രസമല്ലേ വ്യൂ പോയിന്റ്. മഴക്കാലത്താണ് കേട്ടോ ഈ റൂട്ട് ഭയങ്കര രസമാണ്. നല്ല ബ്ലാക്ക് റോഡ്, നല്ല ഗ്രീനറി ആവും. ഇപ്പോൾ അത്ര തന്നെ ഗ്രീനറി ഇല്ല എനിക്ക് തോന്നുന്നു. നമ്മളൊപ്പമല്ലോരും നമ്മളെവിടെയും വെയിറ്റ് ചെയ്തിട്ടില്ല. ഓലിങ്ങി ഊട്ടിയിൽ നോക്കിയാൽ മതി എന്ന് ഇറങ്ങി അടിച്ചുവിട്ട് പോയിന്ന്. അല്ല, നമ്മുടെ കൂടെ എല്ലോല് ഇവിടെ എത്തിയിട്ടുണ്ട്, സെറ്റാണ്. അതവിടെ നിൽക്കുന്നത്. ജിജു ഓരെടുത്ത് ഇട്ടോ. നമ്മളൊപ്പല്ലോല് ഓൾറെഡി ചായടി ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമുക്ക് ഒരു ഫുഡ് കഴിക്കാൻ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എല്ലാ ട്രിപ്പിലും പോലെ വണ്ടികളിങ്ങനെ ക്രോസ് ചെയ്തിടും. എന്നിട്ട് ഈ ഭാഗത്ത് ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ നമ്മൾ ഇതേപോലെ വണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമുക്കൊരു പ്രൈവസി ഇട്ടാനും റോഡ് സൈഡിലെ വ്യൂ ബ്ലോക്ക് ചെയ്യാനും. പിന്നെ നമ്മൾ ടിക്കറ്റും സാധനമൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കും. എന്തായാലും നമ്മൾ ഡ്രമ്മിൻ്റെ മിസ്സിങ് ഭയങ്കര പ്രശ്നമാണ് ഇറങ്ങിയോണ്ട് നമ്മളത് പോയി എടുത്ത് ലാസ്റ്റ് അവിടെ പോയി എടുത്തിട്ട് ഡ്രമ്മിൽ വെള്ളമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ വെള്ളം പോയോ? വെള്ളം ആണ്ടോ പകുതിയായി. നിങ്ങളിപ്പോൾ എന്ത് ഓടിക്കലാണ് വലിയൊക്കെ ഓടിച്ച്. ഡ്രമ്മിൻ്റെത് പോയി. പിന്നെ ഇത് വാങ്ങി എന്തായാലും ഡ്രമ്മില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ കുപ്പികൾ കരുതി. ഇങ്ങനെ കുപ്പികൾ കൊണ്ടുവരുത്, ഇതൊന്നും നല്ലതല്ല. പിന്നെ കുപ്പികളൊന്നും ഇവിടെ പുറത്ത് വലിച്ചെറിയും ചെയ്യരുത്. പിന്നെ നമ്മളെ ടേബിള്, ചെയർ ഇങ്ങനെല്ലാം എടുത്തിട്ട് എല്ലാവരും ഇവിടെ സൈഡാക്കാനുള്ള പരിപാടി. ഓരോരുത്തരും ഓരോ ചെയറും കൊണ്ട് പോയിട്ടുണ്ട്. നമ്മളടുത്ത് ഓൾമോസ്റ്റ് 10 ചെയേഴ്സ് ഉണ്ട്. എൻ്റെ വണ്ടിയിലൊരു 6 എണ്ണം, അപ്പുറത്തും തറവാട്ടത്തെ വണ്ടിയിലൊക്കെ ആയിട്ട് ഒരു 10 ചെയറിൻ്റെ അടുത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തറവാട്ടത്തെ വണ്ടിയിലാണ്. അവർ പൊറാട്ട ഇതൊക്കെ ഓൾറെഡി വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ മരുകളായിട്ടില്ല, ആവാൻ പോണുള്ളൂ. അത് നടക്കൂല, ലവ് മാരേജ് ആട്ടാ, ഉണ്ടാവുന്നാവും. പിന്നെ ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, വെള്ളം ഉണ്ട്. പിന്നെ പൊറാട്ടയും ചിക്കൻ കറിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പാപ്പാൻ്റെ ഫേവറേറ്റ് മസാല എടുത്തു. അയ്യോ അയ്യേ, ചെറിയ പേരക്കുട്ടി എന്തായാലും വീണിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ നമ്മൾ പേപ്പർ പ്ലേറ്റ്സ് യൂസ് ചെയ്തിരുന്നു. പിന്നെ അതൊരു വേസ്റ്റ് ഇതിന് ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പേപ്പർ പ്ലേറ്റ്സ് ഒഴിവാക്കിയിട്ട് ഇതേപോലെ വീട്ടിലെ പ്ലേറ്റ്സ് തന്നെ യൂസ് ചെയ്ത്. നമ്മളെ നാട്ടിൽ ഓൾറെഡി 4 പ്ലേറ്റ് നമ്മൾ ഓൾറെഡി കീപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ വീട്ടിലത്തെ പ്ലേറ്റ്സ് ഇതും യൂസ് ചെയ്തിട്ട് ഇതേപോലെ 10-15 പ്ലേറ്റ്സ് കൊടുത്തിട്ടാണ് പോകുന്നത്. കാരമൽസിലെ പൊറാട്ട ആണെന്നാണ് പറയുന്നത്. ഇവിടെ ജിജും മാമിയും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇൻചാർജ്. എന്തായാലും ഇത് ഞങ്ങൾക്ക് മുതലായതാണ്. കൊണ്ടുപോയി കണ്ടോ, ഇതിന്റെ പരിപ്പ് വരെ ഇളക്കിയിരിക്കണം നമ്മള്. ഇത് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റണം. ഇതെന്തായാലും മുതലായ ഒരു ഷീറ്റാണ്. ഇതേപോലെ ഇതൊന്നുമില്ല, നമ്മളെ ബെഡ്ഷീറ്റ് ഉണ്ട്, പയർ ബെഡ്ഷീറ്റ് എടുത്തിട്ട്. അല്ല അതിനായിട്ട് പുതിയ വേണമെന്നില്ല, അത് തറവട്ടത്തുണ്ട്. ഇത് ഇങ്ങനത്തെ ഒക്കെ ഇതിൽ കീപ്പ് ചെയ്താൽ മതി. പിന്നെ വയ്യാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കഞ്ഞി. യെസ്, മമ്മാക്ക് വയ്യ, അതുകൊണ്ട് നമ്മൾ കഞ്ഞിയും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഇവനും കുടിക്കും. ഇനി ഓരോരുത്തർക്ക് ഡിസ്ട്രിബ്യൂഷനും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമായ പൊറാട്ട ചെയ്തു തിന്ന് നോക്കിയിട്ട് പറയണ്ട്. ജിസാമൊക്കെ നോക്കി ഡൈബർ പൾബർ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻചാർജ്. ഇനി ഉച്ചക്ക് നമ്മളെ അമ്മ മെയിനാവും, കാരണം ഉമ്മയാണ് ഉച്ചക്കത്തെ ഫുഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, പൊറാട്ടയും ചിക്കൻ കറിയും. ഉപ്പയും വലിയവരൊക്കെ ഇതിലിരുന്ന് എടുക്കുന്നത്. അവന് വയ്യ, അവനും ഉമ്മമാക്ക് വയ്യ, അപ്പോൾ അവന് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് ഇവിടെ കഴിക്കുന്നു. എൻ്റെ വൈഫ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പക്ഷേ നമുക്ക് വെള്ളക്ഷാമുണ്ട്. ആ ഡ്രമ്മിലെ വെള്ളം പോയതുകൊണ്ട് ക്ഷാമുണ്ട്. പക്ഷേ നമ്മൾ പോണ റൂട്ടിൽ എന്തുണ്ട്, പോയുണ്ട്. അപ്പോൾ അവിടുന്ന് ഇനി പാത്രങ്ങൾ കഴുകുക. കുറച്ച് പേര് പാത്രങ്ങൾ കഴുകി, ബാക്കിയുള്ള പാത്രങ്ങൾ ഇനി അവിടുന്ന് പോയെന്ന് കഴുകുക എന്നുള്ളൊരു വൈബിലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ റാത്തല്ലേ, അൽഹംദുലില്ലാ, അത് കേട്ടാൽ മതി. പിന്നെ ഇയാളിപ്പോൾ നീച്ചിട്ടുള്ളൂ, ഒന്നും അറിഞ്ഞിട്ടില്ല. പൾബർ റെസ്റ്റിലാണ്. ഡോ ബംഗാളി ചലോ പേക്കരോ. നമ്മളെല്ലാ ഫുഡ് സ്പോട്ടിലും എത്തുമ്പോൾ ഇതേപോലെ ഒരാളെ കിട്ടും. നമുക്ക് ലാസ്റ്റ് ഇറച്ചി പീസും ഇതൊക്കെ കൊടുക്കാൻ. അങ്ങനെ ഇയാൾക്ക് ഇന്ന് നല്ല ലക്കം ഒരുപാട് പീസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്.
ഇതില് മാസമായിട്ട് ഒരാൾ ഉറങ്ങുന്നുണ്ട് ഇവിടെ പൊറോട്ട ഒക്കെ അടിച്ചിട്ട് നല്ല മാസമായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇരുന്നപ്പോ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ബാക്കി എല്ലാരും ഇവിടെ എല്ലാരും അല്ല ഞാനെ വെച്ച് ഡ്രൈവറെ വെച്ച് ബാക്കി എല്ലാരും ഇവിടെ ഏകദേശം ഒരു ഉറക്കം മൂഡിലാണ്. ഞാൻ പിന്നെ ഇന്നലെ തന്നെ നല്ല വൃത്തിക്കാണ് ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ ഡ്രൈവ് ചെയ്യാനാണ് എനിക്ക് നല്ല പറയുന്നത്. അതുകൊണ്ട് ഇവര് ഫുഡ് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കിടന്നു ഉറങ്ങി. പിന്നെ പണ്ടത്തെ പോലെയല്ല ഇവിടെ റോഡ് നല്ല അടിപൊളിയാക്കിയോണ്ട് നല്ല സുഖമായിട്ട് പോവാം. പിന്നെ അധികം റഷില്ല. ഇതിൻ്റെ അടിയിൽ കുറേ ഉത്സവങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. റോഡിലിങ്ങനെ ഇടയ്ക്ക് ഒരു ചെറിയ ബ്ലോക്ക്. പക്ഷെ ഒന്നൊരു ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിലെ ബ്ലോക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല കാമായിട്ട് ഇങ്ങനെ പോവാം. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഊട്ടിക്ക് ഇറങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിന് നമ്മൾ സ്ഥലം കാണാൻ അല്ലെങ്കിൽ ഊട്ടിയുടെ ഒരു ആ വൈബ് കാണാൻ എന്നില്ല മാത്രം അട്ടപ്പാടി വഴി പോവാന്നല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റഷും ഇല്ല, ഇന്ന ടൈമിൽ എത്തണമെന്നില്ല, ഇനി മുള്ളി വഴി കടത്തി വിടുമില്ല എന്നുള്ളതാണ്. പിന്നെ റോഡിൽ ഇതേപോലെ പട്ടികളുണ്ടാവും. അപ്പം ഒന്ന് ഓണടിച്ച് കഴിഞ്ഞാൽ അതാ അവൻ കയറിപ്പോയി അതേപോലെ അങ്ങനെ കയറിപ്പോക്കോളും. കണ്ടോ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു അപ്ഡേറ്റ് പറഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകൾ പുതിയ വന്നിട്ടുണ്ട്. ഒക്കെ നമ്മളെ മലപ്പുറം സൈഡിലെ KMBH ഹോസ്പിറ്റൽ അതുപോലെ അങ്ങനത്തെ ടീമുകൾ ഇവിടെ കുറേ സ്ഥലം വാങ്ങിയിട്ട് എന്തായാലും റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാഹ് കുറേ കാലം കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്ത് വരാം. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ജംഗിൾ റിസോർട്ട് ഉണ്ട്, അതും അടിപൊളിയാണ്. നമ്മൾ കുറേ മുന്നേ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു ചെറിയൊരു പാലം കടക്കാനുണ്ട്. വേനൽക്കാലത്ത് കൊണ്ട് നല്ല വെള്ളം ഇതൊന്നുമില്ല. പക്ഷെ ചെറിയൊരു പാല, ഒരു വണ്ടി ഒരു സൈഡിൽ നമുക്ക് ഒരു ടൈമിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ മല്ലൂസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇറങ്ങിയാൽ ബൈക്കിനും കാറിനും ആയിട്ട് കൂടുതലും മലപ്പുറംകാരാണ് ഇപ്പോൾ നമ്മളെ കണ്ട്. കുറേ കപ്പിൾസായിട്ടും അല്ലാണ്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഇവിടെ നിന്നാണ് മെയിൻ ടേണിംഗ് ജംഗ്ഷൻ വരുന്നത്. അതായത് ഇവിടെ നിന്നുണ്ടാവും നമ്മൾ ഊട്ടി നമ്മളിങ്ങനെ ലെഫ്റ്റിലോട്ടാണ് ഈ മുള്ളി ചെക്ക് പോസ്റ്റ് ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് പോകും. ആക്ച്വലി ഇതിൻ്റെ സ്ഥലപ്പേര് എനിക്ക് വലിയ വൃത്തമല്ല. പിന്നെ സ്ഥലപ്പേരൊന്നും പറയാനും കിട്ടാത്തവരോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആവും. അപ്പം അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ ഒരു തമിഴ്നാട് ടച്ച് ഉണ്ട്. യെസ്, അപ്പോൾ ഒരു 10-13 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ മുള്ളി എത്തും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മുള്ളിന്ന് വിട്ടിട്ടില്ല. മുള്ളി അടവാണ്. ആ യൂട്യൂബിലും ഇതിലൊക്കെ റീലിട്ടോണ്ട് മണ്ടൊക്കെ ആദ്യം കൊടുന്മാർ വെറുതെ നമ്മളെ റീലും കണ്ടുകൊണ്ട് വരാൻ നിൽക്കണ്ട. ഞങ്ങളിപ്പോൾ അത് 4-5 വട്ടത്തിൽ പോയില്ല, ആകെ ഒറ്റ വട്ടം നമുക്ക് കിട്ടിയത്. നമ്മൾ നല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ അവിടെ വന്നു. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല, വിടൂല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഒപ്പം പോയാൽ കുറച്ച് മുന്നിൽ പെട്ട് അവിടുന്ന് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ അതിന് തന്നെ തിരിച്ചുകൊണ്ട് പോകുന്നു, ഓരോ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ആ സ്പോട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെങ്ങനെ ഇറങ്ങി വരാനൊരു വഴിയുണ്ട്. സിഡാനിലാണ് വണ്ടി വെച്ചെങ്കിൽ കുറച്ച് മെനക്കെടാണ്. SUV ടൈപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ വണ്ടി ഇവിടെ ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെള്ളം കിട്ടി നമ്മളെ ഡ്രമ്മ് വേറെ വണ്ടിയിലാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രമ്മൂടെ നിറക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പരിപാടി ഇറങ്ങി. ബാക്കിയുള്ളൊരു എത്തുമ്പത്തേക്ക് നമ്മളിത് ക്ലീനിങ് കഴിഞ്ഞ് വണ്ടി റിവേഴ്സ് എടുത്ത് പോകും. നമുക്ക് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പണ്ട് നമ്മൾ വന്നു ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പോൾ ആ വെള്ളം ഇതൊന്നും ഇല്ലാണ്ടോ. കൂളായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പോയാണ്. അതന്നെ ചെറിയതായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. സീഡാൻ വണ്ടികളൊക്കെ കൂളായിട്ട് ക്രോസ് ചെയ്യാം. മഴക്കാലത്തും വരുമ്പോഴും ക്രോസ് ചെയ്യുമ്പോൾ പ്രശ്നമല്ല. ഞാൻ പണ്ട് സിറ്റി കൊണ്ട് ക്രോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂളായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഫൈനലി വി ആർ എൻട്രിങ് ടു തമിഴ്നാടു. യെസ്, വെൽക്കം ടു തമിഴ്നാടു. കറക്റ്റ് തമിഴ്നാട് നല്ല അണ്ണം ബസ്സും വരുന്നുണ്ട്. മാറി കൊടുക്കട്ടെ അല്ലെങ്കിലേ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഫൈനലി തമിഴ്നാട് കയറി. നമ്മൾ മുള്ളി വഴി അല്ലാണ്ട് വേറെ റൂട്ടിന് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ വിടുന്ന് പറഞ്ഞാണ് നാട്ടുകാർ. പോയി നോക്കാന്നേ ഉള്ളൂ. പക്ഷെ നല്ല സീനറിയാണ്, ഭയങ്കര ലാൻഡ്സ്കേപ്പും ഇതൊക്കെ ആയിട്ട്. പച്ചപ്പില്ല, ഫുൾ ഡ്രൈ ആണ്. അങ്ങനെ നമ്മളെ മുള്ളി വഴി കടത്തി കിട്ടിയില്ല. പക്ഷെ വേറെ ചെക്ക് പോസ്റ്റിന്റെ പേരാണ് മഞ്ചൂരി. യെസ്, മഞ്ചൂരി മുള്ളി വഴി ഫുൾ കാടിനുള്ളിലൂടെ, റേഞ്ചില്ല, ഒന്നുമില്ല. ബൈക്കാരെ കടത്തൂലാന്ന് തോന്നുന്നു. കാരണം നമ്മള് ചെക്ക് പോസ്റ്റിന്റെ അവിടെ പോയപ്പോ ബൈക്കാരെ വിടുന്നില്ല. പിന്നെ ഒരു എൻട്രി ഫീ കൊടുക്കേണ്ടി വരും. യു നോ വാട്ട് ഐ മീൻ. അപ്പോൾ ആ ഒരു എൻട്രി ഫീസ് ഇല്ലത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബൈക്കാരെ വിടുന്നില്ല. നമ്മള് മലയാളീസും എന്താ റിസ്ക് ആണ്, ടൈഗർ ഉണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കാരെ വിട്ടില്ല. പക്ഷെ കാറുകാരൊക്കെ കയറി പോകുന്നുണ്ട്. കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മളെ വണ്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൊക്കെ ചെയ്ത്. പക്ഷേ ഈ റൂട്ടിൽ നമ്മളും ആദ്യമായിട്ടാണ്. പിന്നെ ഭയങ്കര ചെറിയ റോഡാണ്. റൂട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ആനപ്പിണ്ടൂതൊക്കെ കാണാൻ പറ്റി. പിന്നെ അതേപോലെ കാൽപ്പാടുകളും പലതും നമ്മൾ കണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്.
പക്ഷേ എന്താ പറയുക, കുറേ വണ്ടികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്ര ഒരു പേടിയില്ല. നമ്മളാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കി വണ്ടികളൊക്കെ നമ്മളെ ബാക്കിലാണ്. നമ്മൾ വലിയ ധൈര്യത്തിൽ മുന്നിൽ കയറി പോകുന്നതാണ്. കുറേ ആൾക്കാർ വണ്ടി സൈഡാക്കി, അത് എന്തുകൊണ്ടാണെന്നില്ല അറിയില്ലേന്ന്. പിന്നെ അതേപോലെ ഭയങ്കര ഷാർപ്പ് കെർവും, പിന്നെ ഇത് കണ്ടോ ഉമ്മയൊക്കെ പേടിച്ചിട്ട് ഓൺ അടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഷാർപ്പ് കെർവുമാണ്, പിന്നെ ബാരിയേഴ്സും ഇല്ല. അപ്പോൾ ഈ റൂട്ടിൽ വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുക. പിന്നെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, വ്യൂ പറഞ്ഞാൽ അപാരമാണ്. വ്യൂ നല്ല വ്യൂവും, പക്ഷേ ഭയങ്കര ഡ്രൈ ആയില്ല, ഫോറസ്റ്റാണ്. പിന്നെ ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തന്നെ ഇപ്പോൾ ഏകദേശം അതെ. ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റി കാണിച്ചാക്കാം, കണ്ടാൽ മതി. ഗോവയിൽ ഇങ്ങനെ ഓടിച്ച് കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം പുറത്ത് ചൂടുണ്ടായതുകൊണ്ട് വണ്ടിയൊക്കെ ഫുൾ ലോയിലിട്ടിട്ട് നമ്മൾ വന്നു. എന്നിട്ടും ചൂടാണ്, കാരണം പുറത്ത് ഏകദേശം 38-39 ഡിഗ്രി ചൂടൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലുള്ള റൂട്ട്. പക്ഷെ നല്ല കാഴ്ചകളുണ്ട്, വന്നു കഴിഞ്ഞാൽ മുതലാവും. അപ്പോൾ ഇതിൽ ഒന്ന് വരാൻ ശ്രമിക്കാം. മുള്ളിയും പിന്നെ അതുപോലെ ഗൂഡല്ലൂർ ആ ഒരു റൂട്ട് മാറ്റി പിടിച്ചിട്ട് ഇതിലൊന്ന് വന്ന് നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വണ്ടിയൊക്കെ നല്ല കണ്ടീഷൻ ഉള്ളതും അതുപോലെ എണ്ണ ഉള്ളതും അല്ലേന്നുള്ളത് നോക്കാം. കാരണം ഇവിടെ ഫ്യൂവൽ കിട്ടൂല എന്ന് പോലും പറഞ്ഞ് ഇനി അത്യാവശ്യം പോകണം. എന്ത് തോന്നുന്നു ഉമ്മാക്ക്? എന്താ പറയാല്ലേ? യസ്മക്ക് ആകെ പേടിച്ചിട്ടുണ്ട്. കാരണം ഡേഞ്ചർ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഒന്നാമത് ഇവിടെ എന്തോ ബാക്കിൽ എന്തോ വലിയ കോമഡി കിടക്കുന്നുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ്, പിന്നെ വേറെ വണ്ടികളും ഇല്ല. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കയറി പോകുന്നും ചെയ്തു. ബാക്കിയുള്ളവരാണെങ്കിൽ കുറച്ച് ഡിലേ ആക്കി, കാണാനും ഇല്ല. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ്. ഒരുമിച്ച് പോരിനാവും നല്ലത് തോന്നുന്നു. നമുക്ക് ഈ റൂട്ടിനെ കുറിച്ച് അറിയില്ല, ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ടാണ് ആ ഒരു പേടി. അതേപോലത്തെ റൂട്ടിൽ നമ്മൾ പോലുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ജിജുവിന് എന്താ പറയല്ലേ, കുറച്ച് ഹെവി കാടാ. അങ്ങനെ വണ്ടി നിർത്തേണ്ട ആവശ്യമുണ്ട്, പക്ഷെ നിർത്താൻ പേടി. അപ്പം എനിക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്, അതിന് നിർത്താൻ പേടി. ഇവിടെ പുലിയുണ്ട് ഇറങ്ങിയോണ്ട് അങ്ങനെ ഒരു പേടി. അപ്പോൾ അതൊക്കെയാണ് ഈ റൂട്ടിൽ. പക്ഷെ രസമുണ്ട് കേട്ടോ, വേറെ വെറൈറ്റി. നമ്മളെ മസനഗുഡി വഴി ഊട്ടി ആ ഒരു വൈബ് ഉണ്ട് അല്ലേ. പിന്നെ ഷാർപ്പ് കെർവ്സും ഇതാണ്, നല്ല സ്മൂത്ത് ആണെങ്കിലും ഭയങ്കര ഷാർപ്പ് കെർവ്. അപ്പോൾ ജന്തുക്കള് എമ്മാന്റെ ഭാഷ പറഞ്ഞ ജന്തുക്കളല്ല, ഇത് പശുവാണ്, പശു ഗോമാതാവാണ്. അല്ല ഇത് മൃഗങ്ങൾ മാത്രാണല്ലോ. റോങ് സൈഡാണ്. ഓന്റെ കൊമ്പും തട്ടിച്ചല്ലേ ബമ്പന് പോകും. പ്രഭു അല്ലെ ക്യാവാ? ഗുണ്ടൂർ. നമ്മള് കാടിറങ്ങി കഴിഞ്ഞ നാട്ടിലെത്തി തോന്നുന്നുണ്ട്, ഗുണ്ടൂർ. ഓക്കേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഇത്. തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു കുഞ്ഞു ഗ്രാമപ്രദേശം. അവരെ പശുക്കളാണ് തോന്നുന്നുണ്ട് അല്ലേ. അതങ്ങ് ഇതിലാണ് മിണ്ടാന്നോ. ഞാൻ അതിൻ്റെ ആവും കൂടി തിന്നിട്ട് ഇങ്ങനെ അയിമൊന്നും കിട്ടാനും കൂടി ഉള്ളൂ. അങ്ങനെ ഫൈനലി ഞാൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ എത്തി. നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ കണ്ട ഗ്രാമത്തിൽ നിന്ന് മാറിക്കയറി. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമല്ല തോന്നുന്നു. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഡെൻസ് ഫോറസ്റ്റ്. ഐ തിങ്ക് ആമസോണിൻ്റെ അത്ര വരില്ല. ബട്ട് ഈ വണ്ടിക്കാണെങ്കിൽ ഞാൻ നമ്മളെ റൂള് വരുന്നതിന് മുന്നെയാണ് കൂളിംഗ് ഓട്ടിച്ചത്. അപ്പോൾ ഇതിൽ 40% ഉള്ളൂ. പക്ഷേ തറവാട്ടത്തിൽ നമ്മളൊപ്പമല്ല 2 വണ്ടിയാക്കും 70% ഉണ്ടായതുകൊണ്ട് അതിലത്ര പ്രശ്നമല്ല. ഇതിൽ ചൂട് അത്യാവശ്യം ഉള്ളിൽ കടിക്കുന്നുണ്ട്. നമ്മൾ ലോയിലിട്ടിട്ട് പോലും നമുക്ക് ചെറിയ രീതിയിലുള്ള ചൂട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നോല് ശ്രദ്ധിക്കുക. ഈ റൂട്ട് ഡേഞ്ചറും ആണ്, ഒപ്പം നല്ല ചൂടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് കൊട്ടഗിരി അല്ലെങ്കിൽ ഊട്ടിയൊക്കെ എത്തുമ്പോൾ തണുപ്പ് കിട്ടുന്നില്ലേ പ്രതീക്ഷിക്കുന്നു. വീരപ്പൻ്റെ ഫിലിം കണ്ടവർക്ക് ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മളെ ഫോറസ്റ്റ് റേഞ്ചറില്ലേ, മൂപ്പരെ വെടിച്ചൊല്ലുക. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെടിച്ചൊല്ലൂല്ലേ. അപ്പോൾ ആ ഒരു ഏരിയയാണിത്. വീരപ്പൻ എന്നറിഞ്ഞ ഫിലിമിൽ കാണാത്തോല് പോയി കാണാം, അടിപൊളി. അയ്യോ, വീരപ്പൻ്റെ ഫിലിം ആകുമ്പോൾ ഇതാണ് തോന്നുന്നത്, വീരപ്പൻ്റെ കാട് അറിയില്ല. പക്ഷേ സംഭവം സൂപ്പറാണ്, നല്ല രസമല്ല. പാലും ഇതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകും. മുള്ളി വഴി ഊട്ടി വരിക എന്നുള്ളത് നടന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ മിസ്സായി. നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് നമ്മളോട് ഇറങ്ങിയെന്ന് നമ്മളോട് ടിക്കറ്റ് ഇറങ്ങിയാണ്ട് നമ്മളടുത്ത് 100 രൂപ വാങ്ങിയിട്ട് റെസിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് കയറ്റിയൊക്കെ വിട്ട് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ നമ്മളെ തിരിച്ചു പിടിച്ച്. അങ്ങനെ പിന്നെ ആദ്യം നമ്മൾ വന്ന ചെക്ക് പോസ്റ്റിൽ വന്ന ചേങ്ങായിനോടുത്ത എല്ലൊക്കെ കൂടി അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ മോശമാണ്. പണ്ട് ഇതേമാതിരി മുള്ളിയിലാരോ വീഡിയോ ഇട്ടുകൊണ്ടാണ് നമ്മളെ മുള്ളി പോക്ക് മുടങ്ങിയതെന്നാണ്. ഒരു വെറുതെ കയറ്റി വിട്ടിട്ട് അടുത്ത ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിടാൻ വേണ്ടി ഒരു 100 രൂപ ടിക്കറ്റ് ഇറങ്ങി വാങ്ങി. അതിന് റെസിപ്റ്റിലും ഒന്നുമില്ല. അങ്ങനെ കുറേ കച്ചറൂടി ഓനടുത്ത് നിന്ന് 100 വാങ്ങി 200 തന്നെ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാണ്ട് നമ്മൾ എന്താ ചെയ്ത് അവിടുന്ന് പിന്നെ മേട്ടുപ്പാളയം വഴി നമ്മളെ നോർമൽ റൂട്ട്. അപ്പോൾ മുള്ളി വഴി പോരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അവിടെ അവന്മാർ വെറുതെ നമ്മളെ അടുത്ത് നിന്ന് പൈസ വാങ്ങും. എന്നിട്ട് നമുക്കിട്ട് പോകാൻ പറ്റുമോ വെച്ചാൽ അല്ലേനും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരാളും കൂടി വരാണ്ട് ഓരോ വെയിറ്റ് ചെയ്യാണ്.
അപ്പൊ മുള്ളി പോയി വരുന്നോല് ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മള് അവരും കൂടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്നാ സുട്ടുവിനാ കാണിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് ഇത്ര ഹൈറ്റിന്ന്? അപ്പൊ നമ്മളാ കാണുന്നതാണ് മേട്ടുപ്പാളയം സിറ്റി. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടുന്ന് നോക്കിയാൽ വ്യൂ ഇതാണ്. നമ്മളെ ടിപ്പിക്കൽ മമ്മീസ് ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട് വണ്ടിയിൽ. എന്തായാലും വ്യൂ പോയിന്റിൽ നിർത്തിയിരുന്നു. ഇപ്പം എല്ലാവരും എത്തി. നമ്മൾ കൊട്ടഗിരിക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എവിടെയെങ്കിലും നേരത്തെ നിർത്തിയ പോലെ നിർത്തിയിട്ട്. പിന്നെ ജിനിയാണെങ്കിൽ ഭയങ്കര ഉറക്കും. അങ്ങനെ നമ്മൾ കൊട്ടഗിരി കൂറ്റനാട് വ്യൂ പോയിന്റ് പോകുന്ന റൂട്ടിൽ നമുക്ക് വെള്ളം ഇതൊക്കെ എടുക്കാൻ നല്ലൊരു ഏരിയ എത്തി. അപ്പം നമ്മൾ വെള്ളം നിറക്കല്, അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ടാങ്കിൽ വെള്ളം നിറക്കല്, അങ്ങനെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കലും. പിന്നെ നല്ല തണുപ്പില്ല വെള്ളമാണ്, നല്ല തണുപ്പില്ല വെള്ളമാണ്. ഇവിടെ ഇലക്ഷൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകുന്ന ഭയങ്കര നോയ്സ് ലെവൽ എന്തൊക്കെ പാട്ടും ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇപ്പോഴാണ് നമ്മളൊരു ഊട്ടി എത്തിയ വൈബായത്. കാരണം ഇപ്പോഴാണ് ചൂടൊക്കെ കുറഞ്ഞ് ഒരു 27 ഡിഗ്രിയിലോട്ട് എത്തി. ഇതുവരെ 40-41 ഡിഗ്രി ഒക്കെ ആയിരുന്നു. നമ്മൾ ഇതിൽ ഫുള്ള് വെള്ളം നിറച്ച് നമ്മൾ ക്ലീനിങ്ങിന് ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ ഇവിടെ നിറച്ച്. നീനു എന്ത് പറയുന്നു? നേരത്തെ പോലെ വീണ്ടും നമ്മൾ സ്ഥലം കിട്ടിയാണ്. ഇതിപ്പോൾ ഫുഡ് കഴിക്കലാണ് മെയിനായിട്ട് നടന്നത്. അപ്പോൾ ഇവരിത് കൊണ്ടുവന്ന് പിന്നെ എൻ്റെ ഡിക്കിയിൽ നിന്ന് നമ്മൾ ഫുഡ് എടുത്ത് ഈ കാർ ഇങ്ങനെ ഇട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൈവസി, നമ്മൾ റോട്ടിൽ പോകുമ്പോൾ പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രൈവസി ഒന്നും വലിയ പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് ആ വണ്ടിയും കൂടി ഇട്ടപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടേബിളും ഇതും ചെയറൊക്കെ വെച്ചിട്ട് നേരത്തെ മാതിരി ഫുഡ് കഴിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു അഡ്വാൻറ്റേജ് ഇല്ല. എന്താ വെച്ചാൽ ഇതാണ്, ഇങ്ങനെ ഇതും കൂടി ഉണ്ടായതുകൊണ്ട് അതിന് നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാം. ഇത്രയും കാര്യങ്ങളായിട്ട് നമുക്ക് സെറ്റാക്കാം. ഫാമിലി ആയിട്ട് ടൂർ വരുന്നതിലൂടെയാണ് ഈ ചെയറും ഇതും വാങ്ങിക്കുമ്പോൾ കുറച്ച് പൈസ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര വേർത്താണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പം പ്രായമായാലും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇപ്പോൾ കൂളായിട്ട് ഇരുന്ന് കഴിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് സ്റ്റൂൾ കൊടുക്കുന്നത്. നമ്മളടുത്തൊരു മൊത്തം 10 സ്റ്റൂളിൻ്റെ അടുത്തും പിന്നെ ഒരു ടേബിളും ഉണ്ട്. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു തലയിറച്ച കസിൻ ഡോങ് കൊണ്ടായതാണ്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് അവയ്ക്ക് പോയി, അത് പോട്ടെ, അതല്ലല്ലോ നമ്മൾ ശരി. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരം. ഇതിൽ പല ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്, പിന്നെ ചെയേഴ്സ്, പിന്നെ കണ്ടോ അതേമാതിരി കാല് നീട്ടിതാ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാല് നീട്ടിയിരിക്കാം. തരും സബൂർ. ഇവിടെ പണ്ടാരി എന്ന് പറയുന്നത്, പണ്ടാരി അല്ല, ഈ ഉണ്ടാക്കണവർക്കല്ലേ പണ്ടാരി അറിയാം. അപ്പോൾ ഇത് വിളമ്പണത് നമ്മളെ 2 മരുക്കളാണ്. ഇത് ചെറിയ മരുമകൾ സെമീറ മണ്ടായപ്പുറം, മറ്റേത് ബുർഷു. ഞങ്ങൾ അങ്ങനെ ഷോർട്ട് നെയിമിൽ വിളിക്കല്. തൈരും അച്ചാറും ഇതും എങ്ങനെയുണ്ട് കുഞ്ഞാക്ക? ഫുഡ് സൂപ്പർ അല്ലേ? അതാണ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ കയ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജിജു ഡെസേർട്ട് എന്താണല്ലേ? യെസ്, ജാക്ക് ഫ്രൂട്ട് ഡെസേർട്ട് ഒക്കെ ഉണ്ട്. മാംഗോ സെമീറ മണ്ടായപ്പുറം മാംഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡെസേർട്ടായിട്ട് ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കുറച്ചു നേരം. പിന്നെ നമ്മൾ കുട്ടനാട് പോകണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെ കോടൊന്നും ഇല്ല ഇറങ്ങിയോണ്ട് ഞാണ്ട് പോകാൻ പ്ലാനില്ല. ഇനി വെറുതെ നമ്മൾ ഊട്ടിയിൽ പോകും, അങ്ങനെ കറങ്ങി പോകണം, വയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അങ്ങനെ വീട്ടിൽ പോകല്ല പ്ലാൻ. അങ്ങനെ ഫ്രീ ആയിട്ട് എവിടെയും കയറണമൊന്നുമില്ല. ബോട്ടിങ്ങിന് പോകണമെന്ന് പൂതിയുണ്ട്. അവിടെ എത്തുമ്പോഴത്തേനും ബോട്ടിങ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ബോട്ടിങ്ങിന് പോകും. നമ്മൾ ടൂറിലാണെങ്കിലും നമ്മളെ ഒഫീഷ്യൽ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കാര്യങ്ങളൊന്നും ഇതാക്കരുത്. ഇവന് ഒരു കോൾ കഴിഞ്ഞ് വരികയാണ്, വേറെ ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റാൾക്കാർ ബിസിനസ് കോൾ നടത്തുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. ഫുഡും കഴിഞ്ഞ് പലരെ ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഓരോരുത്തർ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. ഡ്രൈവർ പൾവറാണെന്ന് ഭയങ്കര കുഴക്കില്, ഫുൾ ടൈം റിലാക്സ്ഡ് ആണ്. ഇവിടെ റിലാക്സ്ഡ് ആയി ഇരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വ്യൂ പോയിന്റ് നോക്കണേ കണ്ട, നല്ല എൻലെസ് ആയിട്ട് നല്ല തേയിലത്തോട്ടൊക്കെ ആയിട്ട് കണ്ടിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതെ കൈകാലൊക്കെ നല്ല സ്മൂത്തായിട്ട്, പിന്നെ നല്ല തണുപ്പും, നല്ല തണുപ്പ്. ബിരിയാണി എന്തായാലും എല്ലാവർക്കും അങ്ങോട്ട് കൊണ്ടു, എല്ലാവർക്കും ഭയങ്കര ഉറക്കം വരുന്നതാണ്. എന്നാൽ ഊട്ടി എത്തിയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു മാഗി അടിക്കാം, ഓംപ്ലേറ്റ് അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കടൻ്റെ മുന്നിൽ അങ്ങോട്ട് ഇരുന്ന് ഇനി ഒരു കോഫി ഓർഡർ ചെയ്താണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് വേണം. ഇപ്പോൾ നമ്മൾ ഊട്ടി എത്തിയിട്ടില്ല. നിങ്ങളൊക്കെ എന്തിനാണ് ഊട്ടി കാണാൻ പോകുന്നത്? ഊട്ടി എത്തിയിട്ടില്ല എപ്പോഴും. ആ ഒരു വൈബിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി കോഫി ഇട്ടിട്ടുണ്ട്. ജിജുവാണ് കോഫി കൊണ്ടുവരുന്നത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? പേര് ജിജു. ഇഷ്ടമായില്ല, ചക്ക രസമല്ല. നമ്മളങ്ങനെ ടി വി ഫാക്ടറിയിൽ വന്ന് കുറച്ച് സാമ്പിളും അടിച്ച് കുറച്ച് ടിവിയും ഇതും വാങ്ങാന്ന് വിചാരിച്ച്. പക്ഷെ ഒബ്വിയസ്ലി നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ടൈം ഭയങ്കര എത്തിയിട്ടില്ല. അപ്പം എന്നാൽ വ്യൂ ആണെന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്നു. ഊട്ടി അങ്ങാടി മൊത്തം കാണാം. ഗ്യാസ് തന്നെ ഇങ്ങനെ ടീ ഫാക്ടറി കാണാൻ വന്നു. ടീ ഫാക്ടറി കണ്ടില്ല, ഫോട്ടോ എടുത്തു 10 എണ്ണം ഇറങ്ങിയ രീതിയിൽ. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ചെറിയ പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട്
ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേരും പെട്ടെന്ന് കഴിഞ്ഞല്ലേ. ബാക്കിലോല് ഇപ്പോഴും ഇറങ്ങിയില്ല. പോലെ വെയിറ്റ് ചെയ്ത് ഈ ഊട്ടിയിലെ തണുപ്പിലിങ്ങനെ ചിരിച്ചില്ലായതുകൊണ്ടൊക്കെയാണ്. ബാക്കിലോല് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഊട്ടിയിലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഡിക്കിലൊക്കെ എത്തിയ സാധനങ്ങൾ. അല്ല മമ്മ നിങ്ങൾ എന്തിനാ ഊട്ടിക്ക് പോകുന്നത്? വെറുതെ കോട്ടക്കലങ്ങാടിക്ക് ഇറങ്ങണാണ് പോകുന്നത്. ഒരു സ്ഥലവും കണ്ടിട്ടില്ല. വെറുതെ ചോറും വെച്ച് 500 കിലോമീറ്റർ ഓടി. ഇതാണ് പുതിയ സ്ഥലമല്ല. അത് നിങ്ങള് ശരിയാണ്. മുള്ളി നമ്മള് ഒരു സൈഡ് കൂടി ഒന്ന് തിരിച്ചു അങ്ങനെ തിരിഞ്ഞു മടങ്ങും. എന്തായാലും മുള്ളി ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പലവട്ടം കണ്ട് വെറുതെ കുറെ നമ്മൾ ഓടിപ്പിച്ച് ചെക്ക് പോസ്റ്റിൽ കുറെ അടി ഉണ്ടാക്കി. രസമായിരുന്നു. പ്രാവശ്യം നമ്മള് തെലങ്കാനയിലല്ല, പകരം അതെ റീലും ഫോട്ടോ എടുക്കലൊന്നല്ല, പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ എൻജോയ്മെന്റ് മുഖ്യം. അത് സെറ്റ് ചെയ്യുന്നു, അത് അടിപൊളിയായി. പിന്നെ നമ്മള് തമിഴ്നാട്ടിലത്തെ ഇലക്ഷൻ സോങ്സ് ഒക്കെ കേട്ട് ഫുള്ള് ജിൽജില്. ഊട്ടിത്തെ ലാസ്റ്റ് സ്പോട്ടില് നമ്മള് 3 വണ്ടി നിർത്തി ഇനി ഒന്ന് തണുപ്പ് കൊള്ളാനാണ് ഇറങ്ങിയാണ്ട് നേരത്തെ ഇരുന്ന പോലെ ചെയറിട്ട് 1.5 മണിക്കൂർ ഇരിക്കാണ് ഇറങ്ങി. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകുന്നു. ഇതേപോലെ കുറച്ചേരം സംഭവം നമ്മള് പരിപാടി കഴിഞ്ഞ് പോവാറിഞ്ഞപ്പോ കുറച്ചും കൂടി ചോറ് ബാക്കിയുണ്ട് ഇറങ്ങി. എന്നാ അതങ്ങോട്ട് തീർക്കാന്ന് കണ്ടോ. പിന്നെ തന്നെ പരിപാടി തിന്നാനായിട്ട് വന്ന മാതിരി. ഇപ്പൊ ലാസ്റ്റുള്ള പരിപാടി എന്താ വെച്ചാല് ഡാൻസ് ഇറങ്ങിയാല് ഒരു ബന്ധുവില്ല. Gangnam Style. ഇയാളെന്താ കിളിനെ പറത്തണോ? അങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ലാസ്റ്റ് പാക്കപ്പ് ഫ്രം ഊട്ടിന്ന് പാക്കപ്പ് ചെയ്യല്ലേ? ടൈം എത്രയായി? ടൈം ഏകദേശം 9 മണിയോടുകൂടി നമ്മള് ഊട്ടിനോട് വിട പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 150 കിലോമീറ്ററോളം ഉണ്ട്. ഫുഡ് കഴിക്കലും കഴിഞ്ഞു. ഇനി നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ വിടുക. പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി ഈ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ